ഞാനും ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് ഒരു മുദ്ര പതിപ്പിക്കാൻ ഞാൻ വയറ് നിറച്ച് നിന്നുകൊണ്ടിരുന്നു, നല്ല വീട് കെട്ടി, കുട്ടികളെല്ലാം നല്ല വിദ്യാഭ്യാസം കൊടുത്തു, പഠിപ്പിച്ചതെല്ലാം ചെയ്തു, അവസാനം ചത്തുതീരുന്നു എന്ന് പറയുന്നിടത്ത് ആരുടെയും ജീവിതം മഹത്തരമാകുന്നില്ല. നോമ്പും ആരോഗ്യവും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി ഭാരതീയർ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ്. ഏകാദശി, ഷഷ്ഠി എന്ന പേരുകളിൽ, അതേപോലെ വീടുകളിൽ മരണമുണ്ടാകുമ്പോൾ ഒക്കെ പല രീതികളിലുള്ള നോമ്പുകൾ അനുഷ്ഠിച്ചു പോരുന്നുണ്ട്. നമ്മൾ സന്യാസി വര്യന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ സന്യാസം ആഹാരത്തോടുള്ള ഒരു സന്യാസം കൂടിയായിട്ടാണ് മനസ്സിൽ വരിക. കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന വെള്ളം മാത്രം കുടിച്ച്, കായ്കനികൾ വല്ലപ്പോഴും മാത്രം കഴിച്ച്, ആഹാരത്തോട് പോലും ഒരു വിരക്തി വരുന്ന രീതിയിലുള്ള ഒരു ചിന്തയാണ് സന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക. നമ്മൾ പലപ്പോഴും കാണുന്ന സന്യാസിമാരങ്ങനെ അല്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നാലും ഹിമാലയത്തിലും മറ്റും യഥാർത്ഥത്തിലുള്ളൊരു സന്യാസത്തിൻ്റെ സ്റ്റെപ്പുകൾ കയറി, സന്യാസത്തിനും പല പടവുകളുണ്ടല്ലോ. ഒരു ഔന്നത്യത്തിലേക്ക് പോകുന്ന മഹർഷീശ്വരന്മാർ ആഹാരം എന്നുള്ളത് വളരെ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. കേരളത്തിൽ സന്യാസ ഒരു പ്രദേശം, സന്യാസ ദേശം എന്ന് പറയാവുന്നൊരു സ്ഥലം പാലക്കാട് ജില്ലയിൽ ആ ചിറ്റൂർ, കൊഴിഞ്ഞമ്പാറ ആ ഭാഗങ്ങളാണ്. വളരെയേറെ താപസന്മാർ ഇപ്പോഴും ആശ്രമങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ സന്യാസം ശീലിക്കുന്നവരെ, നയിക്കുന്നവരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവരുടെ ഒരു സ്വാധീനം കൊണ്ട് ധാരാളം ആളുകൾ സാത്വികമായ സന്യാസത്തോട് ചേർന്ന ജീവിത രീതി നയിക്കുന്നതും ആ പ്രദേശങ്ങളിൽ വേറെ ഒരു സ്ഥലത്തും ഞാനതുപോലെ കേരളത്തിൽ കണ്ടിട്ടില്ല. ശ്രീബുദ്ധൻ ഉപവാസത്തിൻ്റെ വലിയൊരു തലങ്ങളിലേക്ക് അനേകായിരങ്ങളെ നയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് തായ്ലാൻഡിൽ, കംബോഡിയയിൽ, വിയറ്റ്നാമിൽ ഒക്കെ നിരവധി ക്യാമ്പുകളും ക്ലാസ്സുകളും നടത്താൻ അവസരമുണ്ടാകുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വിപാസന മെഡിറ്റേഷൻ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഈ ഉപവാസത്തെ, ഭക്ഷണ നിയന്ത്രണത്തെ ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ബുദ്ധ സന്യാസിമാർക്ക് സ്വയം ആഹാരം പാചകം ചെയ്യാനോ ഇരിക്കുന്നൊരാഹാരം എടുത്തു കഴിക്കാനോ പോലും അവകാശമില്ല. ആരെങ്കിലും കൊടുത്താൽ അത് കഴിക്കാം. എടുത്തു കൊടുക്കാതെ ആഹാരം കഴിക്കാനായിട്ട് ബുദ്ധ സന്യാസിമാർക്ക് അവകാശമില്ല. രാവിലെ യാചിക്കാൻ ഇറങ്ങും. തായ്ലാൻഡിലെയും കംബോഡിയയിലും ബർമ്മയുടെയും ഒക്കെ, മ്യാൻമാറിൻ്റെയൊക്കെ തെരുവീഥികളിൽ അതൊരു രസകരമായ കാഴ്ചയാണ്. പാത്രമായിട്ട് ഇറങ്ങുന്ന സന്യാസിമാരെ കാത്ത്, അല്ലെങ്കിൽ അവർ കൃത്യമായി സഞ്ചരിക്കുന്ന പഥങ്ങളിൽ ഓരോ വീട്ടുകാരും ആ സമയത്ത് ഇറങ്ങി അവരേറ്റവും നല്ലതെന്ന് കരുതുന്ന ഭക്ഷണം ഭയഭക്തിയാദരം മുന്നിൽ മുട്ടുകുത്തി നിന്നിട്ടാണ് അവർക്ക് അവരുടെ ബൗളിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത്. ഭക്ഷണം അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഭക്ഷണമില്ല, കഴിക്കില്ല. അതിനിടയിലും അവർക്ക് ഉപവാസങ്ങൾ പല ദിവസങ്ങളും, പൂർണ്ണ ദിവസങ്ങൾ, ചന്ദ്രൻ്റെ ദിവസങ്ങളിലെല്ലാം ഉപവാസമുണ്ട്, നീണ്ടു നിൽക്കുന്ന ഉപവാസങ്ങളുണ്ട്. ജൈന മതസ്ഥർക്കാണെങ്കിൽ വലിയ ഉപവാസങ്ങളാണ്. 10 ദിവസം, 30 ദിവസം, 50 ദിവസം, 80 ദിവസം, 120 ദിവസമൊക്കെ ഉപവസിക്കുന്ന
ജൈന മുനിമാരുണ്ട്. നീണ്ട ഉപവാസങ്ങൾ അവർക്കുണ്ട്. തായ്ലാൻഡിൽ വെച്ച് ഒരു ദിവസം, അത് 8 കൊല്ലം മുമ്പാണ്, കോവിഡിന് ശേഷം ഞാൻ പുറത്തേക്ക് പോയിട്ടില്ല. അവിടെ വെച്ച് ഒരു സന്യാസിയെ ഒന്ന് കാണാൻ ചെല്ലാമോ, അതുകൊണ്ട് 5 മണിക്കൂർ സഞ്ചരിക്കണം. 100 ദിവസമായിട്ട് ഉപവാസത്തിലാണ്, പച്ചവെള്ളം മാത്രം കുടിച്ച് ഉപവാസത്തിലാണ്. സന്യാസിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് അവിടെയുള്ളവർക്കെല്ലാം വലിയ ആശങ്കയുണർന്നു. അദ്ദേഹം ആരെല്ലാം പറഞ്ഞിട്ടും പ്രലോഭിപ്പിക്കാൻ നോക്കിയിട്ടും ഭക്ഷണം കഴിക്കുന്നില്ല. 100 ദിവസമായി. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ ആ ഒരു ക്ഷണം സ്വീകരിച്ചു. അദ്ദേഹത്തെ പോയി കാണാൻ, 100 ദിവസം ഉപവസിക്കുന്നൊരു മനുഷ്യനെ പോയി കാണുക എന്നുള്ളത്. അപ്പോൾ പോകുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലുള്ളത് 100 ദിവസത്തെ ഉപവാസം കൊണ്ട് എല്ലും തോലുമായി കിടക്കയിൽ തന്നെ കിടക്കുന്ന ആ സ്വാമിയെയാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന ഭക്തരുടെ ആവശ്യം അദ്ദേഹത്തെ വീണ്ടും ഭക്ഷണത്തിലേക്ക് വരാൻ ഞാൻ പ്രേരിപ്പിക്കണം. അതേത് തരത്തിലാണ് ആരോഗ്യകരമായിട്ടുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുകയും വേണം. ചെറിയൊരു മലയുടെ താഴെയാണ് വണ്ടി പോയി നിന്നത്. അവിടെ നിന്ന് പടവുകളാണ് മുകളിലേക്ക്. അപ്പോൾ കുറച്ചാളുകൾ കാഷായം ധരിച്ച 2-3 സ്വാമിമാരെല്ലാം കൂടെ എന്നെ സ്വീകരിക്കാൻ ഇറങ്ങി വരികയാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള തായ് ട്രാൻസ്ലേറ്റർ പറഞ്ഞു, ആ നടുക്ക് വരുന്ന ആണ് ഉപവസിക്കുന്ന സ്വാമി, സന്യാസി. ഈ പടവുകൾ ഇറങ്ങി എന്നെ സ്വീകരിക്കാൻ വരിക. ഞെട്ടിപ്പോയി. 100 ദിവസമായി വെള്ളം കുടിച്ച് ഉപവസിക്കുന്ന മനുഷ്യൻ ഏതാണ്ട് ഒരു 10, 40, 50 പടവുകളുണ്ട്, ഇറങ്ങി വരികയാണ്. ഞാൻ ഉടനെ ആവുന്ന സ്പീഡിൽ മുകളിലേക്ക് കയറിയിട്ട് പറഞ്ഞു, സ്വാമി താഴേക്ക് ഇറങ്ങണ്ട. അതുകൊണ്ട് പകുതിയും കഴിഞ്ഞ് ഇറങ്ങിയ ഭാഗത്ത് ഞാൻ അദ്ദേഹത്തെ തടഞ്ഞു. ഞങ്ങളിരുന്ന് ആരോഗ്യകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്, സംസാരിക്കുകയാണ്. പിന്നെ ഉപവാസം നമ്മൾ കരുതുന്നത് പോലെയല്ല. ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് ഉപവാസം എന്നുള്ളത് ചില വിഭാഗങ്ങൾക്കൊഴിച്ച് ബാക്കി വളരെ പരിഹാസ്യമായ രീതിയിലാണ്. നോമ്പിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ഞങ്ങളെല്ലാം ചെറുപ്പകാലത്ത് നോമ്പെടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണം ഉപേക്ഷിച്ചാൽ മതി, അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അത് തന്നെ നേരെ ചൊവ്വയൊന്നും ചെയ്യത്തുമില്ല. പക്ഷേ യഹോവ സാക്ഷികളിൽ, പെന്തക്കോസ്തു വിഭാഗങ്ങളിലൊക്കെ വളരെ ചിട്ടയായ ആത്മീയതയുള്ള ഒരു ഉപവാസം അവരെടുക്കാറുണ്ട്. പക്ഷെ കട്ടൻ ചായ കുടിക്കും. ഒരിക്കലും നോമ്പിൽ ഉപവാസത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് അതുപോലുള്ള ശരീരത്തെ ദുഷിപ്പിക്കുന്ന പാനീയങ്ങൾ കഴിക്കുക എന്നുള്ളത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇസ്ലാം മതവിശ്വാസികൾക്കാണെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ വലിയ നോമ്പും അതേപോലെ ഇസ്ലാം മതവിശ്വാസികളുടെ നോമ്പും ഒക്കെ, റംസാൻ നോമ്പും തുടങ്ങിയ ഒരു സമയത്താണ് നമ്മൾ ഈ വിഷയം എടുത്തിട്ടുള്ളത്. അവർക്കാണെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ വെളുപ്പിന് 4 മണി തുടങ്ങി വൈകിട്ട് 6:30 വരെ നീളുന്ന, നമുക്ക് പ്രയാസം വിശ്വസിക്കാൻ മറ്റു മതവിശ്വാസികൾക്ക്, നോമ്പിനെ ഉപവാസത്തെ അധികം സമീപിക്കാത്തവർക്ക് പേടിയുണ്ടാക്കുന്ന രീതിയിലാണ് വെള്ളം പോലും കുടിക്കാതെ വൈകിട്ട് 6:30 തുടങ്ങി ഭക്ഷണം. അങ്ങനെയൊരു നോമ്പ് ലോകത്ത് വേറെ ആരും നോൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ ഉപവാസങ്ങൾ സമരം കൂടിയായി മാറിയിട്ടുള്ള, ലോകത്ത് ഉപവാസത്തെ സമരായുധമാക്കി മാറ്റിയിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. അതിനു മുമ്പ് ഇല്ല എന്നില്ല, പക്ഷെ അതൊരു പാസീവ് റെസിസ്റ്റൻസ് എന്ന നിലയിൽ ഒരു ഭീരുവിൻ്റെ, ഒരു സേവകൻ്റെ
ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഉപവസിക്കാറുണ്ടല്ലോ, അച്ഛനും അമ്മയും പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കണില്ല, ഇന്ന് തിന്നണില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു നേരമൊക്കെ നമ്മൾ ഭക്ഷണം വേണ്ട എന്ന് വെച്ചിരിക്കുകയും പിന്നെ രാത്രി അടുക്കളയിൽ കയറി കട്ട് തിന്നുകയും അങ്ങനെ ചില നോമ്പുകളൊക്കെ. അതൊന്നും നോമ്പൊന്നുമല്ല. ആഹാരമുണ്ട്, എനിക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ ഞാൻ കഴിക്കുന്നില്ല, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ കയ്യിൽ കാശുണ്ട്, ഭക്ഷണമുണ്ട്, പക്ഷെ ഞാൻ കഴിക്കുന്നില്ല, അതിൻ്റെ തീരുമാനമാണ്. എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ തീരുമാനം എടുക്കും, കഴിക്കും. ഉണ്ടായിട്ടും വേണ്ട എന്ന് വെച്ചുകൊണ്ടുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്നുള്ള വലിയ ആത്മശക്തിയാണ് അത് നമുക്ക് തരുന്നത്. നോമ്പ്, ഉപവാസം മനഃശക്തി തരുന്നത് അങ്ങനെയാണ്. ഞാൻ കഴിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ആ സമയമാകുമ്പോഴേ ഞാൻ കഴിക്കുന്നുള്ളൂ. പണമില്ലാഞ്ഞിട്ടല്ല, ഭക്ഷണം ഇല്ലാഞ്ഞിട്ടുമല്ല. ഭക്ഷണം ഇല്ലാതിരുന്നിട്ട് കഴിക്കാതിരിക്കുന്നതും, തിരക്കേറിയ ജോലികൾക്കിടയിൽ സമയം കിട്ടാത്തത് കൊണ്ട് കഴിക്കാതിരിക്കുന്നതും, കാശില്ലാത്തത് കൊണ്ട് കഴിക്കാതിരിക്കുന്നതും ഉപവാസമല്ല, അത് അപകടവാസമാണ്. അത് നമ്മളെ അശക്തരാക്കും, ദുർബലരാക്കും, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുകയാണ് അത് ചെയ്യുക. അത് നെഗറ്റീവാണ്, അല്പം പോലും പോസിറ്റീവല്ല. എന്താണ് ഉപവാസം? അപ്പോൾ ആഹാരം ഒഴിവാക്കി ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയല്ല. ആഹാരം ബോധപൂർവം മനഃപൂർവം വേണ്ട എന്ന തീരുമാനമെടുത്തുള്ള ഒരു നടപടിയാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആഹാരം ഇല്ലാത്തത് കൊണ്ട് കഴിക്കാതിരിക്കുന്ന ശരീരവും, ആഹാരം ഉണ്ടായിട്ടും വേണ്ട ഞാനിന്ന് ഉപവാസമാണ്, നാളെയേ കഴിക്കുന്നുള്ളൂ അല്ലെങ്കിൽ മറ്റന്നാളേ കഴിക്കുന്നുള്ളൂ, അതല്ലെങ്കിൽ ഞാൻ അത്താഴം ഉപേക്ഷിച്ച് ലഘുവായ ഉപവാസത്തിന് പല തലങ്ങളുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ആഹാരം ഇല്ലാതെ കഴിക്കാതിരിക്കുമ്പോൾ ശരീരം പ്രിപ്പയർഡല്ല, ശരീരം തൃപ്തിയിലല്ല. ആഹാരത്തിനായി ദാഹിക്കുന്ന ശരീരം, ആഹാരം കിട്ടാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ശരീരം, ഇല്ലാത്തതിൻ്റെ സങ്കടം, ഇല്ലാത്തതിൻ്റെ ഒരു ആകുലത, എപ്പോഴാ കിട്ടുക, കിട്ടുമോ, എപ്പോഴാ കിട്ടുക, എങ്ങനെയാ കിട്ടുക, ഇത് നിങ്ങളുടെ കോശങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുക. നിങ്ങളുടെ കോശങ്ങളിൽ, നമ്മുടെ ശരീരത്തിൽ 37.5 ട്രില്യൺ കോശങ്ങളുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. സകല കോശങ്ങളെയും അസ്വസ്ഥമാക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അപാകതകൾ ഉണ്ടാക്കുകയുമാണ് ആഹാരമില്ലാത്തത് കൊണ്ട്, ആഹാരത്തിന് പണമില്ലാത്തത് കൊണ്ട്, കഴിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നത്. അവിടെ മനഃപൂർവ്വം ആഹാരം വേണ്ട എന്ന് വെച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിലെ മെച്ചങ്ങളൊന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. വളരെ വ്യത്യസ്തമാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. അപ്പോൾ നമുക്ക് ആഹാരം വേണ്ട, ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ഉപവാസത്തിലാണ് എന്ന തീരുമാനമെടുത്തതിന് ശേഷമുള്ള ശരീരത്തെ ഒന്ന് കാണാം. മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്നു. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, തീരുമാനമെടുക്കുന്നത് ഞാനാണ്. ഏത് തീരുമാനമാണെങ്കിലും ഞാനാണ് തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനത്തിനനുസരിച്ച് ശരീരത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും കാര്യങ്ങൾ നടത്തിക്കുന്നതും എൻ്റെ മാനേജറായ മനസ്സാണ്. ആ മാനേജർ ആവശ്യപ്പെടുന്നത് പോലെ ചെയ്യുന്ന എൻ്റെ ജോലിക്കാരാണ് കൈകാലുകളും എൻ്റെ ശരീരത്തിലെ അവയവങ്ങളും.
പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ട്, ഞാൻ ഈ ശരീരമാണ്. തെറ്റാണ്. ഞാൻ ഈ ശരീരമല്ല. അല്ലേന്ന് ചോദിച്ചാണ്. പക്ഷേ ഈ ശരീരം എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന, എൻ്റെ മനസ്സ്, ഞാൻ മനസ്സിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബയോളജിക്കൽ സംവിധാനമാണ്. എൻ്റെ താല്പര്യമനുസരിച്ചുള്ള വികാര വിചാരങ്ങൾ ഉണർത്തി ആ വികാര വിചാരങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാക്കി, ഭാവങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് എൻ്റെ ശരീരമാണ്. ഞാൻ ശരീരമെന്ന് ആരും പറയില്ല, ഞാൻ മനസ്സെന്നും പറയില്ല. അപ്പോൾ എൻ്റെ ഞാനെന്ന് പറയുന്ന ആ ആത്മശക്തിയുടെ ജീവതലത്തിൻ്റെ, ജീവകണമെന്ന് പറയണോ, അത് ആദ്യത്തെ കോശത്തിൽ തന്നെ, അച്ഛൻ്റെ ബീജകോശത്തിലുണ്ടായിരുന്ന ആ ജീവൻ തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത്. സകല കോശങ്ങളിലും ഉള്ളതാണ്. അത് വളർന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ബയോളജിക്കലായിട്ട് തന്നെ ഉണ്ട്. അപ്പം ഞാനെന്ന് പറയുന്ന ആ തലത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, മനസ്സിനെ എൻ്റെ കീഴിലുള്ള എൻ്റെ മാനേജരായി തിരിച്ചറിഞ്ഞുകൊണ്ട്, ശരീരത്തെ സേവകനായിട്ട് എൻ്റെ കീഴിലുള്ള ഉപകരണങ്ങൾ കൂടിയായി തിരിച്ചറിഞ്ഞുകൊണ്ട്, സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തി ധന്യമാക്കി മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ഈ ഉപവാസം പോലുള്ള കാര്യങ്ങൾ, പ്രകൃതി ജീവനം പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പ്രകൃതി ചികിത്സ ആർക്കും മനസ്സിലാക്കാൻ പറ്റും. രോഗത്തിനുള്ള ചികിത്സയാണ്, രോഗം മാറിയാൽ മതി. പക്ഷെ അതിനേക്കാളുമെല്ലാം വലിയൊരു തലം ഈ പ്രകൃതി ചികിത്സയുടെ പുറകിൽ കിടക്കുകയാണ്, പ്രകൃതി ജീവനമായിട്ട്. അവിടെ ശരീരത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും കുറയുകയും മനസ്സിൻ്റെ പ്രാധാന്യം കൂടുകയും അത് രണ്ടിനെയും നിയന്ത്രിക്കുന്ന ഞാനെന്ന ആത്മശക്തിയുടെ തലം ഏറ്റവും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനെന്ന് പറയുന്ന ആ ആത്മസത്തയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, മനസ്സിനെയും ശരീരത്തെയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ഒരു പുനഃക്രമീകരണം ജീവിതത്തിന് വേണം. ഞാനും ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് ഒരു മുദ്ര പതിപ്പിക്കാൻ, ഞാൻ വയറ് നിറച്ച് തിന്നുകൊണ്ടിരുന്നു, നല്ല വീട് കെട്ടി, കുട്ടികളെല്ലാം നല്ല വിദ്യാഭ്യാസം കൊടുത്തു, പഠിപ്പിച്ചതെല്ലാം ചെയ്തു, അവസാനം ചത്തു തീരുന്നു എന്ന് പറയുന്നിടത്ത് ആരുടെയും ജീവിതം മഹത്തരമാകുന്നില്ല. അത് നിങ്ങളുടെ കടമയാണ്, ചെയ്തേ പറ്റുള്ളൂ. ചെയ്തില്ല എങ്കിൽ അത് കുറ്റമാകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവണം. ആ ഒരു തലത്തിൽ, സമൂഹത്തിനു വേണ്ടി കൂടെ എന്ന തലത്തിൽ, ഒരു മാനസിക തലത്തിലും ആത്മതലത്തിലും ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മഹത്വത്തിന് ചേരുന്ന. കൂടുണ്ടാക്കലും മുട്ടയ്ക്ക് അടയിരുന്ന് വിരിയിച്ച് കുഞ്ഞിനെ നോക്കലും കുഞ്ഞിന് തീറ്റ കൊടുക്കലും ഒക്കെ പക്ഷി മൃഗാദികളും ഒക്കെ ചെയ്യുന്നുണ്ട്. എവിടെ നിന്നൊക്കെയോ വാങ്ങിയ മുട്ട വെച്ചിട്ട് ആ മുട്ടയിലാണ് കോഴി അടയിരുന്നത്. ആ കോഴിയുടെ അല്ല മുട്ട. പക്ഷേ കൊത്തിയിറങ്ങുന്ന ആ കോഴികളെ തൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ കരുതി കാക്ക വരുമ്പോൾ കോഴിയുടെയൊക്കെ ഒരു വീറും, എല്ലാം സകല ജീവജാലങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, അതിനേക്കാൾ ഉപരിയായി ഒരു സാമൂഹ്യ തലത്തിൽ കൂടെ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നു. സാംസ്കാരികമായ നവോത്ഥാനങ്ങൾ, ഉന്നതി മനുഷ്യൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്.